പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകചരിത്രത്തിലെ ഏറ്റവും ആകൃഷ്ടമായ ഒരു പേരിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയുടെ പേര്. ലോകത്തിൽ ഒത്തിരി മഹാന്മാർ ജീവിച്ചിരുന്നു. അവരുടെ പേരുകളൊക്കെ വർഷങ്ങൾക്ക് ശേഷം മാഞ്ഞുപോയി. എന്നാൽ ലോകചരിത്രത്തിൽ ഒരിക്കലും മായാതിരിക്കുന്ന, വർഷങ്ങൾ കഴിയും തോറും പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നാമത്തെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. അനേകരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമായ ഒരു പേര്, അനേകരുടെ രക്ഷയ്ക്കും സൗഖ്യത്തിനും കാരണമായ ഒരു നാമം, അനേക രാജ്യങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായ ഒരു പേര്. മറ്റൊന്നുമല്ല, ആ പേര് നമ്മളൊക്കെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പേര് കർത്താവായ യേശു എന്ന പേര്. യേശു എന്ന നാമം ലോക ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ച ഒരു നാമമാണ്. BC AD ലോകത്തെ രണ്ടായി കീറി മുറിച്ച ഒരു നാമം യേശു. കഴിഞ്ഞ 2000 വർഷത്തിന് ശേഷവും പ്രസക്തി നഷ്ടപ്പെടാതെ വർഷങ്ങൾ കഴിയും തോറും, കാലഘട്ടം കഴിയും തോറും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏകനാമം യേശു എന്ന നാമം. ജനകോടികൾക്ക് അനുഗ്രഹമായി മാറിയ ഒരു പേര്, ജനകോടികൾ മാറോട് ചേർത്ത് വെച്ച ഒരു നാമമാണ് യേശു. ജനകോടികൾ അഭിമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു നാമമാണ് യേശു. അനേകരുടെ തകർച്ചയ്ക്കും അനേകരുടെ ഉയർച്ചയ്ക്കും കാരണമായ നാമം, അനേകർ ശത്രുവായി കാണുന്ന, അനേകർ വെറുക്കുന്ന, അനേകർ ഭയപ്പെടുന്ന ഒരു നാമം. എന്നാൽ അതിനേക്കാൾ അധികമായി ഒത്തിരി പേര് സ്വന്തമായി സ്വീകരിച്ച, സ്നേഹിക്കുന്ന ഒരു നാമം യേശു എന്ന നാമം. അത് രക്ഷകൻ്റെ നാമമാണ്, അത് അനുഗ്രഹത്തിൻ്റെ നാമമാണ്, അത് സൗഖ്യത്തിൻ്റെ നാമമാണ്. കാലഘട്ടം കഴിയും തോറും മറ്റൊരു നാമത്തിനുമില്ലാത്ത രീതിയിൽ ഈ നാമത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം കഴിയും തോറും അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലോക ചരിത്രത്തിൽ ഇതുപോലെ ഈ ഒരു നാമത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അനേകർ രക്തസാക്ഷിത്വം വഹിച്ച ഒരു നാമമാണ് യേശു എന്ന നാമം. അനേകർ പീഡിപ്പിക്കപ്പെട്ട ഒരു നാമമാണ് യേശു എന്ന നാമം. അതിനേക്കാൾ അധികമായി അനേകർ സൗഖ്യം പ്രാപിച്ച, അനുഗ്രഹം പ്രാപിച്ച, സ്വന്തമാക്കിയ, വിടുതൽ പ്രാപിച്ച, രക്ഷ കണ്ടെത്തിയ ഒരു നാമം യേശു എന്ന നാമം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം പിറ്റേ ദിവസം മുതൽ ആ നാമത്തിൽ ലോകത്തിൽ അത്ഭുതങ്ങൾ ആരംഭിച്ചു. യേശുവിൻ്റെ കുരിശുമരണ ഉദ്ധാനത്തിന് തൊട്ടടുത്ത ദിവസം പത്രോസും യോഹന്നാനും 6-ാം മണിക്കൂറിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുകയാണ്. പോകുന്ന വഴിക്ക് പതിവ് പോലെ ഒരു വ്യക്തിയെ ഭിക്ഷ യാചിക്കാൻ ഇവിടെ കിടത്തിയിരുന്നു. ഇവരെ കണ്ടപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇവരുടെ നേരെ കരങ്ങൾ നീട്ടി. പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരാം. നസറനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക കൽപ്പിച്ചു. ആ നാമത്തിൽ ആ നിമിഷങ്ങളിൽ അവൻ എഴുന്നേൽക്കുന്നു. അവൻ്റെ കാലുകൾക്കും കണ്ണങ്കാലുകൾക്കും പാദങ്ങൾക്കും ബലം ലഭിക്കുന്നു. അവൻ കുതിച്ചു ചാടി, തുള്ളിച്ചാടി അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. അവിടെ യേശു എന്ന ഒരു നാമത്തിൽ ജന്മനാ മുടന്തനായ ഒരു വ്യക്തി, ചിന്തിച്ചു നോക്കണേ, ജന്മനാ വൈകല്യമുള്ള വ്യക്തികളെ സുഖപ്പെടുത്താൻ വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല. അത് ജന്മനായുള്ള വൈകല്യമാണത്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ജന്മനാ ഉള്ള വൈകല്യങ്ങൾ മാറ്റപ്പെട്ടുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രമാത്രം കരുത്തുള്ളതാണ് യേശു എന്ന നാമം. ഈ യേശു നാമത്തിൽ അത്ഭുതം ചെയ്തതിൻ്റെ പേരിൽ ആദ്യ ശിഷ്യന്മാർ വിചാരണ നേരിടുകയാണ്. പ്രധാന പുരോഹിതന്മാർ അന്നാസും കയ്യപ്പാസും അലക്സാണ്ടറും എല്ലാം ഒരുമിച്ച് കൂടി ഇവരെ വിചാരണ ചെയ്യാൻ വേണ്ടി കോടതിയിലെത്തിക്കുന്നു. അവർ ചോദിക്കുന്നു, എന്തധികാരത്തിലാണ് അല്ലെങ്കിൽ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് ചെയ്തത്? വിദ്യാഭ്യാസമില്ലാതിരുന്ന, കരുത്തില്ലാതിരുന്ന ശിഷ്യപ്രമുഖൻ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യത്തെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനവും മുഴുവൻ ഇത് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന, എന്നാൽ ദൈവം ഉയർത്തിയ നസറനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞങ്ങളിത് ചെയ്തത്. പരിശുദ്ധാത്മാവ് പത്രോസിൽ നിറഞ്ഞ വചനം പറയുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവൻ പ്രഘോഷിച്ചു, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആരുടെ വാക്കാത്? പരിശുദ്ധാത്മാവിൻ്റെ വാക്ക്. പത്രോസിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പത്രോസ് പറഞ്ഞു, മറ്റാരിലും രക്ഷയില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12. ആകാശത്തിന് കീഴിൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു എന്ന നാമമല്ലാതെ. അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നൽകിയ ഒരു നാമം യേശു എന്ന നാമം.
ദൈവജനത്തിന് നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നൽകിയ നാമം യേശു എന്ന നാമം. പ്രിയമുള്ളവരെ, ആ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നു, പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു, ഈ നാമത്തെ ലോകത്തിലുള്ള സർവ്വരും ഈ നാമത്തെ ആദരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സർവ്വരും ആ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ യേശു എന്ന നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കിയ സർവ്വ വ്യക്തികളെയും, സർവ്വ രാജ്യങ്ങളെയും, സർവ്വ ഗോത്രങ്ങളെയും, സർവ്വ തലമുറയെയും ദൈവം ഉയർത്തി. അവർ അനുഗ്രഹമായിട്ട് മാറി. എന്നാൽ ആ നാമത്തെ തിരസ്കരിച്ചവർ ഇന്നും തിരസ്കൃതരായി കഴിയുന്നു. പ്രിയമുള്ളവരെ, ഫിലിപ്പിയർ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമത്തിനും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു. അതിൻ്റെ കാരണം ഇതാണ്, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വരും ആ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതിനും യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന് മഹത്വത്തിന് എല്ലാ അധരങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. എന്തിനാണ് യേശു എന്ന നാമത്തിനെ ദൈവം ഉയർത്തിയത് എന്ന ചോദ്യത്തിന് പറയുന്ന ഉത്തരം ഇതാണ്, ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമത്തിനും ഉപരിയായ നാമം, ലോകത്തിലുള്ള സർവ്വനാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകി. അതിനുപരിയായ മറ്റൊരു നാമമില്ല. ലോകത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ, എല്ലാ ഭരണാധികാരിയേക്കാൾ ഉന്നതമായ നാമം അവന് നൽകി. ആ നാമം യേശു. അതിന് കാരണം ഇതാണ്, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും ആ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു സത്യം ഇതാണ്, ഭൂമി മുഴുവൻ, സ്വർഗം മുഴുവൻ, പാതാളം മുഴുവൻ, നരകം മുഴുവൻ യേശു എന്ന നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, സ്വർഗം ആഗ്രഹിക്കുന്നു. അത് സ്വർഗം ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എല്ലാ നാവുകളും എല്ലാവരും ഏറ്റുപറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ നമുക്ക് ഒഴിവില്ല. അതിനാൽ യേശു എന്ന നാമത്തെ ഏറ്റുപറയുമ്പോൾ, ആ നാമത്തെ സ്വീകരിക്കുമ്പോൾ, ആ നാമത്തെ സ്നേഹിക്കുമ്പോൾ നീ തിരിച്ചറിയണം, നീ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ്. കാരണം ഭൂമിയിലുള്ള സർവ്വരും ആ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. കാരണം അത്രമാത്രം ശക്തമാണ്, അത്രമാത്രം കരുത്തുള്ളതാണ്, അത്രമാത്രം അഭിഷേകമുള്ളതാണ്, രക്ഷ ഒളിഞ്ഞിരിക്കുന്ന നാമമാണ് യേശു എന്ന നാമം. ആ നാമത്തിൽ നിനക്ക് ആവശ്യമുള്ള എല്ലാമുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. ഒരിക്കൽ സൗദി അറേബ്യയിലുള്ള ഒരു സുഹൃത്തിങ്ങനെ പറയുകയാണ്, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ യേശു എന്ന നാമത്തിൻ്റെ ശക്തി കൊണ്ടാണ്. നമുക്കറിയാം, സൗദി അറേബ്യ എന്ന രാജ്യത്ത് നമ്മുടെ പോലെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യമുള്ള, മതസ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലത്. അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആരും കാണാതെയൊക്കെയാണ്. ഇവൻ പറയുകയാണ്, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകും, അവിടെ ആരും കാണാതൊരു ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കൂടും. ആ ഭവനത്തിൽ ഒത്തിരി ദൂരെ മാറിയാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നടന്ന് പ്രാർത്ഥിക്കാൻ പോകും. അവൻ പതിവ് പോലെ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥന കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് തിരിച്ച് കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഒത്തിരി ദൂരെയാണ്, നടന്നു വരികയാണ്. ഇവൻ കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവ കാണുന്നത് ഒരു മനുഷ്യൻ, ഒരു ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കഠാരയുമായി ഈ ചെറുപ്പക്കാരന് നേരെ ഇവരെ കുത്താൻ വേണ്ടി പാഞ്ഞു വരുന്നു. ഇവന് നേരെ ഇവൻ കഠാര വീശി കുത്താൻ ശ്രമിച്ചപ്പോൾ ഇവൻ പെട്ടെന്ന് അവിടെ നിന്ന് യേശുവേ എന്ന് നിലവിളിച്ചു. അവരുടെ നിലവിളി യേശുവേ എന്ന്. അവൻ പറയുകയാണ്, ഞാൻ യേശുവേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാവിൽ നിന്ന് യേശു എന്ന നാമം വീണപ്പോൾ ഈ കുത്താൻ വന്ന വ്യക്തി അവിടെ കവിഴ്ന്ന് വീണു. അവൻ വലിയ ആക്രോശത്തോടെ അവൻ്റെ കയ്യിലുള്ള കഠാരയുമായി ഭൂമിയിൽ കുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ കാറേ കയറി രക്ഷപ്പെട്ടെന്ന് പറയുക. അവൻ പറയുകയാണ്, ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് യേശു എന്ന ആ നാമത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അവൻ്റെ ജീവൻ രക്ഷിച്ച നാമം യേശു എന്ന നാമമാണ്. ഇന്ന് ജനകോടികളുടെ ജീവന് രക്ഷയായി മാറിയ നാമമാണ് കർത്താവായ യേശു എന്ന നാമം. എന്തുകൊണ്ടാണ് യേശു എന്ന നാമത്തിന് ഇത്രമാത്രം സവിശേഷതയും കരുത്തുമുള്ളത്? നമുക്കൊക്കെ മക്കളുണ്ടാകുമ്പോൾ നമ്മൾ ആ മക്കൾക്ക് ഇടുന്ന പേര് ആരാ പേരിടുന്നത്? മക്കൾക്ക് പേരിടുന്നത് മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരാണ്. കുഞ്ഞുങ്ങൾക്ക് പേര് നൽകുന്നത്, മനുഷ്യൻ്റെ പേര് നൽകുന്നത് മനുഷ്യന്മാരാണ്. എന്നാൽ യേശുവിന് പേര് നൽകിയത് ആരാണ്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 31-ാം തിരുവചനം എങ്ങനെ പറയുകയാണ്? സ്വർഗം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. നീ അവൻ എന്ത് പേരിടണം? യേശു എന്ന് പേരിടണം. പറഞ്ഞു കൊടുത്താനാണ് സ്വർഗം നൽകിയ പേര്. സ്വർഗം നൽകിയ നാമം യേശു എന്ന നാമം, പിതാവായ ദൈവം നൽകിയ നാമം യേശു എന്ന നാമം. സ്വർഗം നൽകുന്നതെല്ലാം എന്നും നിലനിൽക്കും. സ്വർഗം നൽകുന്നതിനെല്ലാം അഭിഷേകമുണ്ട്. സ്വർഗം നൽകുന്നതെല്ലാം നന്മയ്ക്കുള്ളതാണ്. സ്വർഗം നൽകുന്നതെല്ലാം അനുഗ്രഹത്തിനാണ്.
സ്വർഗം നൽകിയ നാമമാണ് യേശു എന്ന നാമം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2000 വർഷം കഴിയുമ്പോഴും ആ നാമത്തിൻ്റെ പ്രസക്തി കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുന്നു. അത് സ്വർഗം നൽകിയതായതുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയ ഏകനാമമാണ് കർത്താവായ യേശു നാമം. പ്രിയമുള്ളവരെ, നോക്കുക, നമുക്ക് രക്ഷ മറ്റെവിടെയുമില്ല. നമ്മളെ രക്ഷിക്കാൻ മറ്റാരെയും ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ നോക്കേണ്ടത് മറ്റാരിലേക്കുമല്ല, നോക്കേണ്ടത് ആ നാമത്തിലേക്കാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയ ഏകനാമം കർത്താവായ യേശു എന്ന നാമം. ഹല്ലേലൂയ! ആ നാമത്തിൽ നമുക്ക് അനുഗ്രഹമുണ്ട്, ആ നാമത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്, ആ നാമത്തിൽ വിടുതലുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, ആ നാമത്തെ നമ്മൾ സ്നേഹിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊരു ദിവസം ഏറ്റവും അധികം വിളിക്കുന്ന പേരേതാ? നമ്മൾ ഉപയോഗിക്കുന്ന പേരാരുടെയാണ്? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ, ജീവിത പങ്കാളിയുടെ, അല്ലേ, അല്ലെങ്കിൽ മക്കളുടെ. നമുക്കത് മാറ്റണം. അത് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പേരാരുടെ പേരാ? ഒരു പക്ഷേ ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആയിരിക്കാം. അത് മാറ്റണം. നമ്മൾ ഓരോ ദിവസവും ഏറ്റവും അധികം ഉച്ചരിക്കേണ്ട നാമം യേശു എന്ന നാമമായിരിക്കണം. നമ്മൾ ഓരോ ദിവസവും ഏറ്റവും അധികം ഉച്ചരിക്കേണ്ട ഒരേ ഒരു പേര് യേശു എന്ന പേര്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ഒരു പേര് യേശു എന്ന പേര്. ആ പേരിനെ നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കണം. ആ നാമം നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴുമെല്ലാം യേശു എന്ന നാമം നമ്മുടെ അധരത്തിലുണ്ടാകണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. ആ നാമം നമുക്ക് സൗഖ്യമായി മാറും. ആ നാമത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ആ നാമത്തെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കണം. ആ നാമത്തിൻ്റെ ശക്തി നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞ് വളർന്നു വരണം. ആ നാമത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ആ നാമത്തിൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ലോകത്തിൽ ഏറ്റവും അധികം അത്ഭുതങ്ങൾ സംഭവിച്ച നാമമാണ് യേശു എന്ന നാമം. യേശു നാമത്തിൽ സംഭവിച്ച അത്ര അത്ഭുതങ്ങൾ ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്നും യേശു നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ രക്തസാക്ഷികളായി മാറിയ നാമമാണ് യേശു എന്ന നാമം. അനേകർ പീഡിപ്പിക്കപ്പെട്ട നാമമാണ് യേശു എന്ന നാമം. എന്നാൽ ലോകം മുഴുവൻ ഏറ്റവും അധികം ആദരവോടെ സ്വീകരിക്കുന്ന നാമമാണ് യേശു എന്ന നാമം. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ യേശു എന്ന ആ പേരിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഏറ്റവും അധികമായ പ്രാധാന്യം. ആ നാമത്തെ നമ്മുടെ സ്വന്തമാക്കണം. ആ നാമത്തെ സ്വന്തമാക്കുമ്പോൾ നാം അറിയാതെ ആ നാമധാരിയായ ക്രിസ്തുവും നമ്മുടേതായിട്ട് മാറും. അതുകൊണ്ട് യേശു എന്ന നാമം, മധുരിത നാമം, അത് നമുക്ക് മധുരം നൽകുന്ന ഒരു നാമമായിരിക്കണം. ആ നാമത്തെ സ്നേഹിക്കണം, ആദരിക്കണം, സ്വന്തമാക്കണം. ആ നാമത്തിന് വേണ്ടി നിലകൊള്ളണം. തിരിച്ചറിയണം, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ വിടുതലിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയതാണ് ഈ നാമം. ഈ നാമത്തിലൂടെ അല്ലാതെ എനിക്ക് രക്ഷയില്ല, എനിക്ക് സൗഖ്യമില്ല, വിടുതലില്ല. ഈ നാമത്തിൽ ഞാനും എൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. ഈ നാമത്തിൽ ഞാനും എൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെടും. ഈ നാമത്തിൽ ഞാനും എൻ്റെ ദേശവും അനുഗ്രഹിക്കപ്പെടും. ഈ നാമത്തിൽ വേണം ഞാനും എൻ്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടാൻ. ഈ നാമത്തിൽ വേണം ഞാനും ലോകം അനുഗ്രഹിക്കപ്പെടാൻ. കാരണം ലോകത്തിന് സമാധാനത്തിന്, രക്ഷയ്ക്ക്, വിടുതലിന് സ്വർഗം നൽകിയ നാമം യേശു എന്ന നാമം. ദൈവം ആദരവോടെ, സ്വർഗം ആദരവോടെ കാത്തിരിക്കുന്ന ഒരു നാമം യേശു എന്ന നാമം. അതിനാൽ നമുക്ക് ഓരോ ദിവസവും ഈ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. ഓരോ ദിവസവും ഈ നാമത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. ഓരോ ദിവസവും ഈ നാമത്തെ അനേക തവണ നമ്മൾ ഉരുവിടണം. കാരണം യേശു എന്ന നാമത്തിൽ സൗഖ്യമുണ്ട്. യേശു എന്ന നാമത്തിൽ വലിയ സമാധാനമുണ്ട്. പിശാചുക്കൾ ഭയപ്പെടുന്ന ഏകനാമമാണ് യേശു എന്ന നാമം. രോഗങ്ങൾ വിട്ടുപോകുന്ന ഏകനാമമാണ് യേശു എന്ന നാമം. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഏകനാമമാണ് യേശുനാമം. വിടുതലുണ്ടാകുന്ന, അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുന്ന ഏകനാമമാണ് യേശു എന്ന നാമം. തിന്മയുടെ വഴികൾ അടയുന്ന ഏകനാമമാണ് യേശു എന്ന നാമം. ആ നാമത്തിൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ നാമത്തിൽ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ നാമം നമ്മുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമായിട്ട് മാറണം. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഒന്ന് കണ്ണുകളടയ്ക്കാം. ഓ ദൈവമേ, പിതാവേ, അവിടുന്ന് നൽകിയ പുത്രൻ്റെ നാമം യേശു എന്ന നാമം, ആ നാമത്തെ കൂടുതൽ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ. ആ നാമത്തെ ഒന്ന് മാറോട് ചേർത്ത് പിടിക്കാൻ എന്നെ സഹായിക്കണമേ. ആ നാമത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. യേശു എന്ന നാമം എനിക്കും എൻ്റെ കുടുംബത്തിനും, എനിക്കും എൻ്റെ തലമുറയ്ക്കും, എനിക്കും എൻ്റെ മക്കൾക്കും വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ. പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തെ ഞാൻ സ്നേഹിക്കുന്നു. ആ
ആ നാമത്തെ ഞാൻ എൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു. ആ നാമത്തെ ഞാൻ എൻ്റെ സ്വന്തമാക്കുന്നു, എൻ്റെ ഭവനത്തിന് സ്വന്തമാക്കുന്നു, എൻ്റെ തലമുറയ്ക്ക് സ്വന്തമാക്കി മാറ്റുന്നു. യേശുവേ, ആ നാമത്തെ ഞാൻ സ്നേഹിക്കുന്നു. യേശുവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഞാൻ സ്വന്തമാക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ.